ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനെയും പോലീസ് സ്റ്റേഷനിൽ കാണുന്നുണ്ടോ സൈഫുന്നിസ? അത് സാധാരണമായ നടപടിക്രമം ആണ്. ഒരു പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ അഭിഭാഷകനെ കാണാനുള്ള റൈറ്റ് ഉണ്ട്. ആ അഭിഭാഷകനുമായി സംസാരിക്കുവാനും നാളെ എങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ മൂവ് ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങൾ നൽകാനും വക്കാലത്തൊപ്പിടാനും എല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെ കാണാനുള്ള അവകാശം ഒരു പ്രതി എന്ന നിലയിൽ ബോബി ചെമ്മണ്ണൂരിനുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ച പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിക്കുകയും ചെയ്യും. അതുമാത്രമാണ് നേരത്തെയും ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. നാളെ 11 മണിക്ക് ശേഷമാകും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ 11 മണിക്ക് ശേഷം മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യാപേക്ഷയ്ക്കുള്ള നീക്കം നടത്താൻ ആകുകയുള്ളൂ. അതുവരെ പോലീസ് ലോക്കപ്പിൽ തുടരേണ്ടി വരും. നാളെ തുറന്ന കോടതിയിലാണ് നടപടിക്രമങ്ങൾ മാധ്യമങ്ങൾക്കും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കുന്നു. പഴുതില്ലാത്ത വിധം പഴുതടച്ച റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജാമ്യമില്ലാ വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അർജുൻ മട്ടന്നൂരും അലി അക്ബർ ഷായും സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇവിടെ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് എത്ര ദൂരമുണ്ട്? അടുത്ത നടപടി എന്നുള്ളത് ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ. അപ്പോൾ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായോ? എന്താണ് ഇപ്പോൾ ഇവിടെ കാണാനാകുന്നത്? സ്മൃതി, ഇവിടുന്ന് ജനറൽ ആശുപത്രിയിലേക്ക് ഏതാണ്ട് 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാം തൊട്ടടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അത്തരം വലിയ ദൂരപരിധി വരുന്നില്ല. സ്വാഭാവികമായും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിലേക്ക് പരമാവധി 10 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ എത്തിക്കാൻ കഴിയും. അതിനുശേഷം ജനറൽ ആശുപത്രിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കോടതി സമുച്ചയമുള്ളത്. അങ്ങോട്ടേക്കായിരിക്കും സ്വാഭാവികമായും റിമാൻഡ് ചെയ്യുമ്പോൾ നാളെ കൊണ്ടുപോവുക. സ്വാഭാവികമായും അത്തരത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ജനറൽ ആശുപത്രിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കോടതി സമുച്ചയമുള്ളത്. എന്തായാലും ഈ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോയിരിക്കുകയാണ്. സ്വാഭാവികമായും റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കണം. അതിനുശേഷം വൈദ്യപരിശോധന നടത്തി ഈ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിനുശേഷമായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുക. സ്വാഭാവികമായും നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഇവർ ഇത്തരത്തിൽ റിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ജാമ്യാപേക്ഷയുമായി പോകും എന്നാണ് അഭിഭാഷകർ അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ 2 വകുപ്പുകളാണ് പ്രധാനമായും ഉള്ളത്. അത് സ്ത്രീത്വത്തെ അപമാനിക്കുക, അതോടൊപ്പം തന്നെ IT ആക്ട് എന്നീ വകുപ്പുകളാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് സ്വാഭാവികമായും ഇത് മറ്റൊരു ദിവസം ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് വരാനായിരിക്കും ഒരു പക്ഷേ നിർദ്ദേശിക്കുക. അത്തരത്തിലാണെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ ബോബി ചെമ്മണ്ണൂർ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ നാളെ റിമാൻഡ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ അയക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇടക്കാല ജാമ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോടതിയുടെ തീരുമാനങ്ങളോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ കസ്റ്റഡിയെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ വൈകിട്ടോടുകൂടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റ് നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രവുമല്ല, ഇന്ന് ഹണി റോസിൻ്റെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പോലീസ് വലിയൊരു കടമ്പ കടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തെളിവുകൾ ഒക്കെ തന്നെ നേരത്തെ തന്നെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. വിശദമായി തന്നെ ഹണി റോസിന്റെ മൊഴി നേരത്തെ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ആവശ്യമെങ്കിൽ വീണ്ടും രേഖപ്പെടുത്തും എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ കോടതിയിലേക്ക് എത്തിച്ച് ഇത്തരത്തിൽ രഹസ്യമൊഴി ഹണി റോസിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും ഈ ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ അന്ന് അധിക്ഷേപം നടത്തുമ്പോഴുള്ള വീഡിയോ ദൃശ്യങ്ങൾ, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ വിവിധ യൂട്യൂബ് ചാനലുകൾക്കും മറ്റും നൽകിയ അഭിമുഖങ്ങൾ, ഈ അഭിമുഖങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ, ഇവയൊക്കെ തന്നെ ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകളായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന സ്ക്രീൻഷോട്ടുകളും കഴിഞ്ഞ കുറേ കാലമായി ഹണി റോസ് നേരിടേണ്ടി വന്ന സൈബർ ഇടങ്ങളിലെ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകളും ഒക്കെ തന്നെ ഇത്തരത്തിൽ തെളിവുകളായി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകൾ കൂടി അടങ്ങുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ടായിരിക്കും സ്വാഭാവികമായും പോലീസ് കോടതിയിൽ സമർപ്പിക്കുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടെന്തോ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതികരണത്തിലേക്ക് പോവാം.
സ്മൃതി അത്ര ഒരു പ്രതികരണം ഇപ്പോൾ നൽകുന്നില്ല. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് ഇത്തരത്തിൽ പോലീസ് കടന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇനി റിമാൻഡ് ചെയ്യുകയാണ്. സ്വാഭാവികമായും നാളെയാണ് റിമാൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് സ്റ്റേഷൻ ലോക്കപ്പിൽ ബോബി ചെമ്മണ്ണൂർ കഴിയേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏതെങ്കിലും വകുപ്പുകൾ ചേർത്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ വേണമെങ്കിൽ കൂടുതൽ ഏതെങ്കിലും വകുപ്പുകൾ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം വകുപ്പുകൾ കൂടി ഒരു പക്ഷേ പോലീസ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതും പരിശോധിക്കുന്നു. അതിനുശേഷം മാത്രമായിരിക്കും ജാമ്യാപേക്ഷയുമായി റിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകും എന്നാണ് അഭിഭാഷകർ പറയുന്നത്. നിലവിൽ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെയാണ് ഹൈക്കോടതിയിൽ നിന്നും ഒരു സുപ്രധാനമായ ഒരു വിധിയും പ്രതികരണവും കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കലാണ് എന്ന ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നു. അനാവശ്യ വർണ്ണന നടത്തുന്നതും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക ചുവയോടെയല്ല എന്ന് കരുതാനാകില്ല എന്നാണ് ഹൈക്കോടതി ഇന്നലെ ഒരു നിരീക്ഷണം നടത്തിയത്. ആ നിരീക്ഷണം എന്ന് പറയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു സഹപ്രവർത്തിയെ അപമാനിച്ചെന്ന കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന KSCB ഉദ്യോഗസ്ഥന്റെ ആവശ്യം തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിലാണ് ഈ സുപ്രധാന നിരീക്ഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ ഘട്ടത്തിൽ. കാരണം നാളെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് പരിഗണിക്കുമ്പോൾ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ നടത്തിയത് തമാശ പ്രതികരണമാണ് എന്നാണ്, തൻ്റെ പരാമർശം പോസിറ്റീവായിരുന്നു എന്നും കുറേ പേർ അത് ദ്വയാർത്ഥത്തിൽ ഉപയോഗിക്കുകയായിരുന്നു, അതവർക്ക് ഡാമേജായി, വിഷമമായി, അതിൽ എനിക്കും വിഷമമുണ്ട് എന്നുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ നടത്തിയത്. ഇന്നിപ്പോൾ ഇതാ തെറ്റ് ചെയ്തിട്ടില്ല, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പറഞ്ഞ വാക്കുകളും ഉപയോഗിച്ച ദ്വയാർത്ഥ പ്രയോഗങ്ങളും അതിൽ ഉറച്ചു നിൽക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു ദ്വയാർത്ഥ പ്രയോഗമല്ല എന്ന വാദം ഉന്നയിക്കാനാകും ഒരുപക്ഷെ അയാൾ ശ്രമിക്കുക. അതാണ് ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത്. അലി അക്ബർ ഷായുമുണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ. അലി അക്ബർ ഷാ, പോലീസിൻ്റെ ബൊലേറോ വാഹനത്തിൽ മണിക്കൂറുകൾ താണ്ടിയാണ് വയനാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. വരുമ്പോഴും ആത്മവിശ്വാസം ഒട്ടും ചോരാതെ ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് അലി അക്ബർ ഷാ വാഹനത്തെ പിന്തുടരുന്ന ഘട്ടത്തിൽ തോന്നിയത്? സ്മൃതി, തീർച്ചയായും വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഏകദേശം 7 മണിക്കൂറോളം യാത്ര ചെയ്താണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘവും അതുപോലെ തന്നെ വയനാട്ടിലെ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് എത്തിച്ചിട്ടുള്ളത്. നമ്മൾ ഈ തൃശ്ശൂരിൽ നിന്നും എറണാകുളം അതിർത്തിയിലേക്ക് ഈ ബോബി ചെമ്മണ്ണൂരിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കടക്കുമ്പോൾ തൊട്ട് അവരുടെ പിന്നിലുണ്ടായിരുന്നു. അതിലെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ ഘട്ടത്തിലും ക്യാമറ കാണുമ്പോഴും കൈ ഉയർത്തി തമ്പ് കാണിക്കുന്ന പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നിലയിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത്. ഇത് കാലങ്ങളായി തുടരുന്നതാണ് ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങൾ വഴി തൻ്റെ മാർക്കറ്റിംഗ് തന്ത്രത്തിനായി ചെറിയ പെൺകുട്ടികളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള കണ്ടന്റുകൾ ഇറക്കി ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഇത് പലതവണ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങളായി ഉയർന്നിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഒരു നിയമ നടപടി ബോബിക്കെതിരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനൊരു മാറ്റം എന്ന നിലയിലാണ് നടി ഹണി റോസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ നിയമ പോരാട്ടം എന്ന് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ലൈംഗിക അതിക്രമത്തിനെതിരെ താനൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന ഹണി റോസിൻ്റെ ആ പ്രസ്താവന അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന നിലയിലായിരുന്നു. പിന്നീടുണ്ടായിരുന്ന നിയമ നടപടികളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഹണി റോസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു, നടപടി ഉണ്ടാകും വിഷയത്തിലെന്ന ഉറപ്പും നൽകുന്ന സാഹചര്യമുണ്ടായി. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങൾ ദ്രുതഗതിയിലായിരുന്നു. പരാതി വന്ന് അടിയന്തരമായി തന്നെ കൃത്യമായി വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഘട്ടം വരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഈ ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ കൊച്ചിയിൽ നിന്നും ഒരു പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിലേക്ക് പുറപ്പെടുന്നു. പുലർച്ചെ തന്നെ അവിടെ എത്തുന്നു. ബോബി മറ്റൊരു പരിപാടിയിലേക്ക് പോകാൻ വേണ്ടി തന്റെ 1000 ഏക്കർ പ്രൊജക്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ കാർ വളഞ്ഞ് പോലീസ് ബോബിയെ പിടികൂടുന്ന സാഹചര്യവുമാണ് ഉണ്ടായത്. അത്തരത്തിൽ അതിദ്രുതഗതിയിലുള്ള നടപടി എന്തായാലും ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അത് തനിക്ക് വലിയ സന്തോഷം നൽകുന്ന നീക്കമാണെന്ന് ഹണി റോസ് പ്രതികരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ലൈംഗിക അതിക്രമത്തിന് ഒരു തടയിടാനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലുള്ള നീക്കമാണ് എന്നും നടി പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. സിനിമാ സംഘടനകൾ ഉൾപ്പെടെ FFK ഉൾപ്പെടെ ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്ന സാഹചര്യവും. എന്തായാലും ഇതൊരു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങൾ ദ്രുതഗതിയിലായിരുന്നു. കൃത്യമായ ഇടപെടൽ ഈ ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മുന്നോട്ട് ഈ വിഷയത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസിന്റെ
ഭാഗത്തു നിന്നുണ്ടാകും. സ്വാഭാവികമായും സ്മൃതി നേരത്തെ പറഞ്ഞ മറ്റൊരു വിധി പ്രസ്താവം, ഹൈക്കോടതിയിലുണ്ടായ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രസ്താവം, സ്ത്രീ ശരീരത്തെ ഒരു പരിധിയിലപ്പുറം വർണ്ണിക്കുന്നത് പോലും ലൈംഗിക അതിക്രമമാണ് എന്ന നിലയിലുള്ള മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയിട്ടുള്ള വിധി പ്രസ്താവം ഉൾപ്പെടെ ബോബി ചെമ്മണ്ണൂരിനെതിരായി പോലീസ് ജാമ്യം തടയാൻ വേണ്ടി, ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഏത് നിലയിലുള്ള നടപടിയാവും ഉണ്ടാവുക എന്നത് ഉറ്റുനോക്കുകയാണ് എന്തായാലും പരാതിക്കാരിയും അതുപോലെ തന്നെ കേരളവും. കാരണം കാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഈ സമൂഹ മാധ്യമങ്ങളിലെ വെർബൽ റേപ്പിന് ഒരു തടയിടാൻ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടിയിലൂടെ സാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും നോക്കിക്കാണുന്നത്. ഇത്രയും പ്രമുഖനായ ഒരു വ്യവസായിക്കെതിരെ ഏത് നിലയിൽ പരാതി നൽകുമെന്ന ഭയത്താൽ മറ്റു പല ആളുകളും തങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടും പരാതി നൽകിയിട്ടില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഘട്ടത്തിൽ കുറിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും അതിനൊരു നടപടി ഹണിറോസിലൂടെ ഉണ്ടായിരിക്കുന്നു, ഹണിറോസിന്റെ ശക്തമായ നിലപാടിലൂടെ ഉണ്ടായിരിക്കുന്നു. സ്മൃതി, ഇതൊരു പാഠമാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ബോബി ചെമ്മണ്ണൂരിന് ശിക്ഷ ലഭിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും.